മുത്തശ്ശിക്കൊരുമ്മ. രചന വിജയാശാന്തൻ കോമളപുരം. അവതരണം ഗായത്രി ജഗദീശൻ. കലാ സാഹിത്യ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ട് തിരിച്ചെത്തിയ ഉണ്ണിക്കുട്ടന് ഒരു സന്തോഷവുമില്ല. മോൻ്റെ ഇരിപ്പ് കണ്ടിട്ട് അമ്മയ്ക്ക് സഹിക്കുന്നില്ല. മോനെ, എന്താ പറ്റിയേ? അമ്മയുടെ പൊന്നു മോനല്ലേ? അവൻ തലയൊന്ന് തിരിച്ച് അമ്മയെ നോക്കി. എന്നിട്ട് പഴയപടി തന്നെ ഇരുന്നു. എൻ്റെ കുട്ടിക്ക് ഇതെന്തു പറ്റി? അടുത്ത വീട്ടിലെ രാമുവിനോട് ചോദിക്കാം. അവനും മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പോയതല്ലേ? ഉണ്ണിക്കുട്ടൻ്റെ അമ്മ രാമുവിൻ്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ ഒരു കൊച്ചു പൂരത്തിൻ്റെ ആളുണ്ട്. അവിടെ എന്താ വിശേഷം? എന്തായാലും ചെല്ലാം. അവിടെ കണ്ട കാഴ്ച ഉണ്ണിക്കുട്ടൻ്റെ അമ്മയെ അത്ഭുതപ്പെടുത്തി. വ്യത്യസ്ത വലിപ്പത്തിലുള്ള 5 ട്രോഫികൾ നിരന്നിരിക്കുന്നു. സമീപത്തായി ഉണ്ണിക്കുട്ടൻ്റെ അച്ചമ്മയും. രാമുവിൻ്റെ അമ്മ ട്രേയിൽ പായസവുമായി എത്തി. രാമുവിൻ്റെ അച്ഛനും ചേച്ചിയും പായസം എല്ലാവർക്കും കൊടുക്കുവാൻ സഹായിക്കുന്നു. ഉണ്ണിക്കുട്ടൻ്റെ അമ്മയുടെ നേരെ നീണ്ടു ഒരു ഗ്ലാസ് പായസം. പായസം വാങ്ങാൻ മടിച്ചു. മറ്റുള്ളവർ വല്ലതും വിചാരിക്കുമോ എന്ന ചിന്തയോടെ പാതി മനസ്സോടെ പായസം വാങ്ങിക്കൊണ്ട് പറഞ്ഞു, ചായ കുടിച്ചതേ ഉള്ളൂ. ഒരു വിധത്തിൽ പായസം കുടിച്ചിട്ട് ഗ്ലാസ് തിരികെ നൽകി. ഉണ്ണിക്കുട്ടൻ്റെ അമ്മ വേഗം വീട്ടിലേക്ക് നടന്നു. മറ്റുള്ളവരുടെ സംഭാഷണത്തിൽ നിന്നും ഉണ്ണിക്കുട്ടൻ്റെ അമ്മയ്ക്ക് എല്ലാം മനസ്സിലായി. കലാ സാഹിത്യ മത്സരങ്ങളിൽ പങ്കെടുത്ത രാമു ഒന്നാമനായി വന്നിരിക്കുന്നു. അതും പുരാണത്തിലും നാടൻ പാട്ടിലും അക്ഷരശ്ലോക മത്സരത്തിലും കഥ പറച്ചിലിലും എല്ലാം. രാമുവിനെ എല്ലാം പഠിപ്പിച്ചത് ഉണ്ണിക്കുട്ടൻ്റെ അച്ചമ്മയും. ഉണ്ണിക്കുട്ടൻ്റെ അമ്മയ്ക്ക് കലി വന്നെങ്കിലും എല്ലാം അടക്കി. വേറെ വഴിയൊന്നുമില്ലായിരുന്നു. കാരണം ഉണ്ണിക്കുട്ടൻ്റെ അച്ചമ്മയ്ക്ക് വീട്ടിൽ ഒരു സ്ഥാനവും നൽകിയിരുന്നില്ല. ഉണ്ണിക്കുട്ടനെ ഒന്ന് എടുക്കുവാനോ ഒരു ഉമ്മ കൊടുക്കുവാനോ ഒന്നും ഉണ്ണിക്കുട്ടൻ്റെ അമ്മ സമ്മതിച്ചിരുന്നില്ല. ഉണ്ണിക്കുട്ടൻ അമ്മയെ അനുസരിക്കുന്ന നല്ല മകനായി മാത്രം വളർന്നു. അച്ചമ്മ സ്നേഹം മുഴുവൻ അയൽപ്പക്കത്തെ കുട്ടികൾക്ക് നൽകി. കഥയായും പാട്ടായും അങ്ങനെ എല്ലാം പഠിച്ച രാമു മത്സരങ്ങളിലെല്ലാം ഒന്നാമതെത്തി. ഒരു അമ്മൂമ്മയുടെ സ്ഥാനം എന്താണെന്ന് ഉണ്ണിക്കുട്ടനും ഉണ്ണിക്കുട്ടൻ്റെ അമ്മയും തിരിച്ചറിഞ്ഞ നിമിഷം. നന്ദി, നമസ്കാരം.